ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പൈനാപ്പിൾ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ അച്ചാർ ഞാൻ ആദ്യമായിട്ട് കഴിച്ചത് കോഫി ഹൗസിലെ ബിരിയാണിയുടെ കൂടെയായിരുന്നു. പിന്നെ കോഫി ഹൗസിൽ അവരുടെ റെഗുലർ മെനുവിൽ ഈ അച്ചാർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മൾ വീട്ടിൽ കല്യാണത്തിന് വേണ്ടി കോഫി ഹൗസിലെ കാറ്ററിംഗ് ആയിരുന്നു എടുത്തത്. അപ്പോൾ അതിലവർ ബിരിയാണിയുടെ കൂടെ സെർവ് ചെയ്തത് ഈ പൈനാപ്പിൾ അച്ചാറായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറായിരുന്നു. നല്ല എരിവും മധുരവും പുളിയൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ ഇത് കോഫി ഹൗസിലെ അവരുടെ റെസിപ്പിയൊന്നുമല്ല, ഞാൻ ആ ഒരു ടേസ്റ്റ് വെച്ചിട്ട് എൻ്റെ രീതിയിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാനിതിന് വേണ്ടി ചെറിയൊരു പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ പൈനാപ്പിൾ ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 250 ml കപ്പിന് 2 കപ്പ് പൈനാപ്പിളാണുള്ളത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ശർക്കരപ്പാനിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുന്ന സമയം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ ചെറുതായിട്ട് മൂത്ത് തുടങ്ങുന്ന സമയം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് ഒന്നുകിൽ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നല്ലപോലെ കുറച്ച് വെച്ചിട്ടോ വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കൂടി ചേർത്ത് ഒരു 4-5 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ മറ്റുള്ള അച്ചാറിലൊന്നും ചേർക്കുന്നത് പോലെ ഒരുപാട് ഉപ്പ് ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ പൈനാപ്പിളൊക്കെ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് 1/2 കപ്പ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ വിനാഗിരി ചേർക്കുന്ന സമയത്തും നിങ്ങളെടുത്ത പൈനാപ്പിളിൻ്റെ പുളിയും അതുപോലെ നിങ്ങളുടെ ടേസ്റ്റും നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഒരു 1/4 കപ്പ് ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ അച്ചാർ ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ശർക്കരപ്പാനി ചേർക്കുന്ന സമയത്തും നിങ്ങളെടുത്ത പൈനാപ്പിളിൻ്റെ മധുരം നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതൊരു 10-12 മിനിറ്റ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്ത് ഇതിൻ്റെ ഗ്രേവിയൊക്കെ കുറച്ചൊന്ന് വറ്റി വരണം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അധികം പഴുത്ത പൈനാപ്പിളല്ല. അപ്പോൾ നമ്മൾ നല്ല പഴുത്ത പൈനാപ്പിൾ വെച്ചിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നതെങ്കിൽ ഇത്ര സമയമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പൈനാപ്പിളൊക്കെ നല്ലപോലെ വെന്ത് അച്ചാർ നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം. പിന്നീട് ഇത് തണുക്കുന്നതിനനുസരിച്ച് കുറച്ചുകൂടി കുറുകി വരും. അച്ചാർ ഇപ്പോൾ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ഗ്ലാസ് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഈ അച്ചാർ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇത് ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാനും പറ്റും. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെയായി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.